നമസ്തേ. ദശകം 21 വായിച്ചു. ശ്ലോകം 1. മദ്യോദ്ഭവേ ഭുവൈലാവൃതനാംനി വർഷേ ഗൗരീപ്രധാനവനിതാ ജനമാത്രഭാജി സർവേണ മന്ത്രനുദിഭിः സമുപാസ്യമാനം സംഘർഷണാത്മകമതീശ്വര സംശ്രയേ ത്വാം. ഇവിടെ ഭൂഗോളത്തെ പൊതുവെ വർണ്ണിക്കുന്നൊരു ഭാഗമാണ്. ആ ഭൂമിയുടെ രൂപം എങ്ങനെയാണ് എന്നുള്ളത് വിശദമാക്കുന്നു. വളരെ മുമ്പ് തന്നെ ഭൂമി ഏത് രൂപത്തിലാണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ പൂർവികന്മാരായ ഋഷിമാർ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചുരുക്കമാണ് ഇവിടെ മേൽപ്പത്തൂർ ഈ ദശകത്തിലൂടെ നമ്മൾ പറയുന്നത്. ഇവിടെ വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഈ ഭൂഗോളത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇവിടെ ഭൂമിയുടെ ഒത്ത മധ്യഭാഗത്ത്, അതായത് ഈ ജംബു ദ്വീപം എന്ന് പറയുന്ന അതിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അവിടെ ഇളാവൃതം എന്ന പേരിലുള്ള ഭൂഖണ്ഡമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇളാവൃതം എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം. ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ കോണ്ടിനെൻ്റ് എന്നാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകൾ മാത്രമുള്ള ഈ ഭൂഖണ്ഡത്തിൻ്റെ നായിക ശ്രീപാർവതിയാണ്. ആ ഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകത അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, പുരുഷന്മാരില്ല. അവിടുത്തെ ദേവി നായിക ആരാണ്? ശ്രീപാർവതിയാണ്. ഇളാവൃതത്തിൻ്റെ ഉപാസനമൂർത്തി മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ സംഘർഷണമൂർത്തിയാണ്. സംഘർഷണമൂർത്തി പറഞ്ഞാൽ ബലരാമനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ പരമശിവൻ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭാവം സംഘർഷണമൂർത്തിയെ ആണ് എന്നാണ് പറയുന്നത്. ആ ഒരു സംഹാരം കർമ്മങ്ങളൊക്കെ അങ്ങനെയാണല്ലോ വന്നത് എന്നർത്ഥം. അപ്പോൾ ഇളാവൃതത്തിൻ്റെ ഉപാസനമൂർത്തി മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ സംഘർഷണമൂർത്തിയാണ്. ബലഭദ്രസ്വാമിക്ക് സംഘർഷണൻ എന്ന പേരും കൂടിയുണ്ട്. അദ്ദേഹത്തെ ശ്രീ പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും എപ്പോഴും സേവിച്ചു വരുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അടുത്ത ശ്ലോകം. ശ്ലോകം 2. ഭദ്രാശ്വനാമകൈലാവൃതപൂർവവർഷേ ഭദ്രസ്രവോഭിഋഷിഭിः പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം ധ്യായാമി ദേവാഹയശേഷതനും ഭവന്തം. ഭദ്രാശ്വനാമേ ഇളാവൃതം പൂർവവർഷേ, ഇളാവൃതവർഷത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഭദ്രാശ്വം എന്ന ഭൂഖണ്ഡത്തിൽ ഭദ്രസേവോഭിഹി ഋഷിഭിഹി പരിണൂയമാനം, ഭദ്രസ്രവസ്സുകൾ എന്ന മഹർഷിമാരാൽ നന്നായി സ്തുതിക്കപ്പെട്ടവനായി കൽപ്പാന്ത ഗൂഢനിഗമോദ്ധരണ പ്രവീണം, കൽപ്പാന്തപ്രളയകാലത്ത് രഹസ്യമായ വേദങ്ങളെ വീണ്ടെടുക്കുന്നതിൽ സാമർഥ്യം പ്രകടിപ്പിച്ച് ഹയശീഷതനും ദേവഭവന്തം ധ്യായാമി, ഹയഗ്രീവമൂർത്തിയായ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേകമായ ഒരു സംഭവത്തെപ്പറ്റി വിശദീകരിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ പകൽ കൽപ്പത്തിൻ്റെ അന്ത്യത്തിൽ വരുന്ന പ്രളയകാലത്ത്, അതാണ് കൽപ്പാന്ത പ്രളയം എന്ന് പറയുന്നത്. അത് സൃഷ്ടി നടത്തുന്നത് പകൽ കൽപ്പത്തിലാണ്. അത് കഴിഞ്ഞ ഉടനെ രാത്രി കൽപ്പം മുഴുവനും പ്രളയം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ അവസാനത്തിൽ, സന്ധ്യാനേരം എന്ന് പറയാം, പകൽ അവസാനിക്കുന്ന സന്ധ്യയാണല്ലോ, ആ പ്രളയകാലത്ത് ഹയഗ്രീവൻ എന്ന് പറയുന്ന ഒരു അസുരൻ, കുതിരയുടെ കഴുത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ പറയാം, ബ്രഹ്മാവിൽ നിന്ന് രഹസ്യമായി വേദങ്ങളെ തട്ടിയെടുത്തു. ബ്രഹ്മാവ് ആ രാത്രി ആവുന്നു, സന്ധ്യയായി, അപ്പോൾ അവരെ ക്ഷീണിതനായി അങ്ങനെ ഇരിക്കുന്ന ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൽ നിന്ന് വേദങ്ങളെ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത് ഈ അസുരൻ. വേദങ്ങളെ വീണ്ടെടുക്കുവാനായി മഹാവിഷ്ണു ഹയഗ്രീവാവതാരം സ്വീകരിച്ച് അവനെ വധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അവതാരം കൂടി ഭഗവാൻ എടുത്തിട്ടുണ്ട്, ഹയഗ്രീവാസുരൻ. ആ കുതിരക്കഴുത്തോടു കൂടി അതേ ഭാവത്തിൽ തന്നെയാണ്, രൂപത്തിൽ തന്നെയാണ് ഭഗവാൻ അവതരിച്ചത്.
എന്നിട്ട് വധിച്ചതിന് ശേഷം വേദങ്ങളെ വീണ്ടെടുത്ത് കൽപ്പാന്ത പ്രളയം കഴിഞ്ഞതിന് ശേഷം, പ്രളയം ആകുമ്പോൾ എല്ലാവരും ലയിച്ചിരിക്കും, ഒന്നുമില്ല, നിശബ്ദം, എവിടെ നോക്കിയാലും ജലം, ഇരുട്ട്. അതാണ് പകൽ കൽപ്പം കഴിഞ്ഞാൽ രാത്രി കൽപ്പത്തിൻ്റെ സ്ഥിതി. അതാണ് പ്രളയം എന്ന് പറയുന്നത്. അത് കഴിയുന്നത് വരെ ഭഗവാൻ ആ വേദങ്ങളെ കയ്യിൽ വെച്ച് സൃഷ്ടികൽപ്പം, അതായത് പകൽ കൽപ്പത്തിലെത്തിയപ്പോൾ അത് ബ്രഹ്മാവിന് കൈമാറി എന്നാണ് പറയുന്നത്. ഇളാവൃത ഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഭദ്രാശ്വം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂഖണ്ഡം. ഇതിന് 4 ഭാഗത്തും എന്താണ് സ്ഥിതി? ഏറ്റവും മധ്യത്തിലായിട്ട് ഇളാവൃതം പറഞ്ഞു. ഇനി അതിൻ്റെ കിഴക്ക് ഭാഗത്ത് എന്താണ്? അവിടെ ഭദ്രാശ്വം എന്ന പേരിൽ അറിയപ്പെടുന്നൊരു ഭൂഖണ്ഡം, ഭദ്രാശ്വം. ഈ ഭൂഖണ്ഡത്തിൻ്റെ ഉപാസ്യദേവനാണ് മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ ഹയഗ്രീവമൂർത്തി. ഹയഗ്രീവമൂർത്തി എപ്പോഴും വളരെ നന്നായി ഭദ്രസവസ്സുകൾ എന്ന മഹർഷിമാർ സേവിച്ചു വരും. അവിടെ ഇപ്പോഴും ഹയഗ്രീവൻ എന്ന ആ രൂപത്തിലാണ് മഹാവിഷ്ണു ഉള്ളത്. ആ ഹയഗ്രീവ മൂർത്തിയെ ഭദ്രസ്രവസ്സുകൾ എന്ന മഹർഷിമാരെപ്പോഴും ആരാധിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഭദ്രാശ്വവർഷം എന്ന ഒരു ഭൂഖണ്ഡം ഉണ്ട് എന്ന് പറയുന്നു. ശ്ലോകം 3. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിഷേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേഘശുദ്ധ ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ദക്ഷിണഗതേ ഹരിവർഷവർഷേ, ഇളാവൃത വർഷത്തിൻ്റെ തെക്ക് ഭാഗത്ത്, കിഴക്ക് ഭാഗം പറഞ്ഞു ഭദ്രാശ്വം എന്ന് പറയുന്നു, തെക്ക് ഭാഗത്ത് ഹരിവർഷം എന്ന ഭൂഖണ്ഡമാണ്. പ്രഹ്ലാദ മുഖ്യ പുരുഷൈ പരിഷേവ്യമാണം, പ്രഹ്ലാദൻ തുടങ്ങിയ മഹദ്ഭക്തന്മാരാൽ സേവിക്കപ്പെടുന്നവനും ഉത്തുംഗശാന്ത ധവളാകൃതിയും ഏകശുദ്ധജാനപ്രദം, അത്യുന്നതവും ശാന്തവും വെളുത്ത രൂപത്തോടു കൂടിയവനും ഏകമായ ശുദ്ധജ്ഞാനത്തെ നൽകുന്നവനുമായ ഭഗവാൻ നരഹരിയും ഭവന്തം ധ്യായാമി, ഭഗവാനെ നരസിംഹമൂർത്തിയായ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. ആ ഭൂഖണ്ഡത്തിൽ എന്താണ് ഭഗവാന്റെ അവതാര രൂപം എന്നതിനെപ്പറ്റി വിശദീകരിക്കുകയാണ്. ഇളാവൃത ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്താണ് ഹരിവർഷം എന്ന ഭൂഖണ്ഡം. ഏറ്റവും ഉന്നതമായ ശരീരവും ശാന്തവും വെളുത്ത രൂപത്തോടു കൂടിയതും ഏകവും നിർമ്മലവുമായ അദ്വൈത വിജ്ഞാനത്തെ നൽകുന്നവനും ആയ നരസിംഹമൂർത്തി ഈ ഭൂഖണ്ഡത്തിൽ സാന്നിധ്യമരുന്നു. പരമഭക്തനായ പ്രഹ്ലാദനെ അതുപോലുള്ള മറ്റ് മഹാത്മാക്കൾ നരസിംഹമൂർത്തിയെ സേവിച്ചുകൊണ്ട് അവിടെ കഴിയും. അങ്ങനെയുള്ള നരസിംഹമൂർത്തിയായ ഭഗവാനെ പട്ടതിരിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. അവിടെ ഓരോ ഭൂഖണ്ഡത്തിൻ്റെതും പ്രത്യേകം ശ്രദ്ധിക്കണം, അത് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഇളാവൃതത്തിൻ്റെ തെക്ക് ഭാഗത്ത് ആദ്യം ഭദ്രാശ്വം എന്ന് പറയുന്ന ഭൂഖണ്ഡമാണ്. അവിടെ ഭഗവാൻ ഹയഗ്രീവ സ്വരൂപനായിട്ടാണ് അവിടെ വസിക്കുന്നത്. അതിന് തൊട്ട് തെക്ക് ഭാഗത്തായിട്ട് ഹരിവർഷം എന്ന് പറയുന്ന ഭൂഖണ്ഡമാണ് ഏറ്റവും, അതായത് അവിടെ നരസിംഹമൂർത്തി ആയിട്ടാണ് മഹാവിഷ്ണു സാന്നിധ്യമരുളുന്നത്. ആ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഹ്ലാദനും അതുപോലുള്ള മഹാത്മാക്കൾ എപ്പോഴും അവിടെ കാണാം എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴും ഭഗവാൻ ഈ ഭൂഖണ്ഡത്തിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഭൂഖണ്ഡത്തിൻ്റെ പേര് പറഞ്ഞ ഹരിവർഷം എന്നാണ്. ആ ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ നരസിംഹരൂപനായി തന്നെ വർത്തിക്കുന്നുണ്ട് എന്നാണ്. അടുത്ത ശ്ലോകം 4. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലളിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുദേശ നിഷേവ്യമാണം തസ്യ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ലളിതാത്മനി കേതുമാലേ പ്രതീജി വർഷേ, രമണീയമായ കേതുമാലം എന്ന പേരുള്ള ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭൂഖണ്ഡത്തിൽ ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം, ലീലാവിശേഷങ്ങളാലും വ്യക്തമാക്കപ്പെട്ട പുഞ്ചിരിയാലും
മനോഹരമായ രൂപമുള്ളവനും ലക്ഷ്മ്യാ പ്രജാപതിസുതൈജ നിഷേവ്യമാണം, ലക്ഷ്മിദേവിയും പ്രജാപതിയുടെ മക്കളും നന്നായി സേവിക്കപ്പെടുന്നവനും തസ്യാഹ പ്രിയായ ധൃതകാമധനും ത്വാം ഭജ, ലക്ഷ്മിദേവിയുടെ സന്തോഷത്തിനു വേണ്ടി കാമദേവനായി അവതരിച്ചവനുമായ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഇളാവൃതം അത് മധ്യത്തിലാണെന്ന് പറഞ്ഞു. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഭദ്രാശ്വം എന്ന് പറഞ്ഞു, തെക്ക് ഭാഗത്ത് ഹരിവർഷം എന്ന് പറഞ്ഞു, പടിഞ്ഞാറ് ഭാഗത്ത് കേതുമാലം എന്ന ആ ഒരു ഭൂഖണ്ഡം ഉണ്ട്. അവിടെ എന്താണ്? ഇളാവൃത ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം കേതുമാലം മനോഹരമായ ഭൂഖണ്ഡമായിട്ടാണ് പറയുന്നത്. ലീലാവിലാസത്തോടെയും എല്ലാവരെയും പ്രഥമ ദർശനത്തിൽ തന്നെ ആകർഷിക്കുന്ന പുഞ്ചിരിയോടുകൂടിയവനായും മനോഹരമായ ശരീരത്തോടു കൂടിയവനായും ലക്ഷ്മിദേവിയാലും പ്രജാപതിയായ സംവത്സരനാലും അദ്ദേഹത്തിൻ്റെ 366 പുത്രിമാരാലും സേവിക്കപ്പെടുന്നവനായും ലക്ഷ്മീദേവിയുടെ സന്തോഷത്തിനായും കാമദേവ രൂപത്തോടുകൂടി പ്രദ്യുമ്നൻ എന്ന പേരിൽ മഹാവിഷ്ണു തൻ്റെ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്തിയിരിക്കുന്നു. പരമശിവൻ്റെ 3-ാം കണ്ണുകൊണ്ട് ദഹിച്ച് ഭസ്മമായ കാമദേവൻ പുനർജനിക്കുന്നത് ശ്രീകൃഷ്ണ രുക്മിണി ദമ്പതിമാരുടെ സീമന്തപുത്രനായ പ്രദ്യുമ്നനായിട്ടാണ്. പ്രദ്യുമ്നമൂർത്തിയായ ഗുരുവായൂരപ്പനെ ഭട്ടതിരിപ്പാട് ഭജിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോ ഭൂഖണ്ഡത്തിലും ഭഗവാന്റെ ഏത് രൂപത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ ഇളാവൃത ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കേതുമാലം എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയും മനോഹര രൂപത്തോടും ലക്ഷ്മിദേവിയുടെ ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ടും പ്രജാപതിയായ സംവത്സരൻ സൂര്യൻ അദ്ദേഹത്തിൻ്റെ 366 പുത്രന്മാർ 366 ദിവസത്തിന് ഓരോന്നും സൂര്യപുത്രന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. അവരെ സേവിച്ചുകൊണ്ട് കാമദേവൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ്റെ മൂത്ത മകനായ രുക്മിണി ദേവിയിലുണ്ടായ മൂത്ത മകൻ പ്രദ്യുമ്നൻ അറിയപ്പെട്ടു വരുന്നത്. ആ ഭാവത്തിലാണ് പ്രദ്യുമ്നൻ്റെ, അതായത് തൻ്റെ മകനായ പ്രദ്യുമ്നൻ്റെ ഭാവത്തിലാണ് മഹാവിഷ്ണു ഈ കേതുമാലം എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ ഇപ്പോഴും ഭക്തന്മാരുടെ സ്തുതിയും ഒക്കെ ശ്രവിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം 5. രമ്യേ ഉദീജികലു രമ്യകനാംനി വർഷേ തദ്വർഷനാദമനുവര്യസപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുബാന്ധം മത്സ്യാകൃതിം ഭുവനനാദ ഭജേ ഭവന്തം. ശ്ലോകം 5 പറയുന്നത് ഉദീജി ഖലു രമ്യേഹി രമ്യനാംനി വർഷേ, ഇളാവൃത ഭൂഖണ്ഡത്തിൻ്റെ വടക്കു ഭാഗത്താണ് മനോഹരമായ രമ്യകവർഷം എന്ന പേരുള്ള ഭൂഖണ്ഡം. തദ്വർഷനാദമനുവര്യ സപര്യമാണം, ആ രമ്യകവർഷത്തിൻ്റെ നാഥനും മനുശ്രേഷ്ഠനുമായ വൈവസ്വത മനുവാൽ പൂജിക്കപ്പെടുന്നവനും ഭക്തൈക വത്സലം ഭക്തജനങ്ങളോട് ഏറ്റവും അധികം വാത്സല്യമുള്ളവനും അമത്സരഹസ്തുഭാന്തം മത്സരബുദ്ധിയില്ലാത്തവരുടെ ഹൃദയത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നവനും മത്സ്യാകൃതിയും ഭുവനനാഥ ഭവന്തം ഭജേ, മത്സ്യാകൃതിയിൽ അവതരിച്ചവനുമായ ജഗദീശ്വര അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ഇളാവൃത ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് നമ്മൾ നേരത്തെ കിഴക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഏതൊക്കെ ഭൂഖണ്ഡമായിരുന്നു എന്ന് വിശദീകരിക്കപ്പെട്ടു. ഇപ്പോൾ വടക്ക് ഭാഗത്ത് രമ്യകവർഷം എന്ന പേരുള്ള ഭൂഖണ്ഡമാണ് ഈ ഇളാവൃത ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത്. മനോഹരമായ ഈ ഭൂഖണ്ഡത്തിൻ്റെ നാഥനാണ് ശ്രേഷ്ഠനായ വൈവസ്വത മനു, ഇപ്പോഴത്തെ മനുവാണ്. അദ്ദേഹത്താൽ പൂജിക്കപ്പെടുന്നവനും ഭക്തജനങ്ങളോട് വാത്സല്യമുള്ളവരിൽ മുമ്പനും മത്സരബുദ്ധിയില്ലാത്തവരുടെ ഹൃദയത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നവനും മത്സ്യരൂപത്തിൽ അവതരിച്ചവനുമായ ഗുരുവായൂരപ്പ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ ഭജിക്കുകയാണ്. അതായത് ആ രമ്യകവർഷം എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ ഭഗവാൻ മത്സ്യാവതാരമൂർത്തിയായി ഇന്നും അവിടെ സാന്നിധ്യമരുളുന്നു എന്നാണ്. ഭക്തജനങ്ങളോട് വാത്സല്യം പ്രത്യേകം കാണിക്കുന്നൊരു മൂർത്തിയാണ് മത്സ്യാവതാരമൂർത്തി.
മത്സരബുദ്ധി ഇല്ലാത്തവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യമുണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട്. അടുത്ത ശ്ലോകം. ശ്ലോകം 6. വർഷം ഹിരൺമയ സമാഹുയമൗത്തരാഹ ആസീനമദ്രിദ്രിതി കർമ്മഠകാമടാംഗം സംസേവദേ പിതൃഗണപ്രവരരമ്യയായം തം ത്വാം ഭജാമി ഭഗവൻ പരിചിന്മയാത്മൻ. അതെ, അടുത്തത് ഈ ഓരോ ഭാഗത്തുള്ള ഭൂഖണ്ഡങ്ങളുടെ പേരൂടെ പറഞ്ഞു. അതായത് ഭദ്രാശ്വവർഷം, ഹരിവർഷം, കേതുമാലം, അതിനുശേഷം രമ്യകവർഷം. അപ്പോൾ 4 ഭാഗത്തായിട്ട്. ഇനി ഓരോ ഭാഗത്തും അതിനെ തുടർന്നുള്ള ഭൂഖണ്ഡങ്ങൾ ഏതാണ് എന്നതിനെ പറ്റിയാണ് വിശദീകരിക്കാൻ പോകുന്നത്. ഔത്തരാഹം ഹിരൺമയ സമാഹ്വയം വർഷം ആസീനം. രമ്യകവർഷത്തിൻ്റെ വടക്കുഭാഗത്താണ് ഹിരൺമയ വർഷം എന്ന പേരുള്ള ഭൂഖണ്ഡം. അവിടെ സാന്നിധ്യം കൊള്ളുന്നവനും അദ്രിധൃതി കർമ്മഠ കാമഠാംഗം മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സാമർഥ്യം പ്രകടിപ്പിച്ച ആമയുടെ ശരീരമുള്ളവനായി പിതൃഗണപ്രവരോ അര്യമാ യം സംസേവതേ തം ത്വാം. പിതൃഗണത്തിൽ ശ്രേഷ്ഠനായ അര്യമാവ് സേവിക്കുന്നവനായ അങ്ങയെ പരചിന്മയാത്മൻ ഭഗവൻ ഭജാമി. പരമജ്ഞാനസ്വരൂപനായ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. അപ്പോൾ നമ്മൾ വടക്ക് ഭാഗത്ത് രമ്യക വർഷം ഭൂഖണ്ഡം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഏതാണ് ഭൂഖണ്ഡം എന്ന് പറയുന്നത്? ആ ഭൂഖണ്ഡത്തിൻ്റെ പേര് ഹിരൺമയ വർഷം എന്നാണ്. അതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് നിൽക്കുന്നത്. അവിടെ ഇളാവത വർഷത്തിൻ്റെയും രമ്യക വർഷത്തിൻ്റെയും വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഹിരൺമയ വർഷം. അവിടെ പാലാഴി മദന സമയത്ത് മന്ദരപർവ്വതം താണുപോയപ്പോൾ ഉയർത്തിക്കൊണ്ടുവരാനായി കൂർമാവതാരം സ്വീകരിച്ച മഹാവിഷ്ണുവിൻ്റെ സ്ഥിരം സാന്നിധ്യമുണ്ട്. അവിടെ കൂർമാവതാര മൂർത്തിയായിട്ടാണ് ഭഗവാനുള്ളത്. പിതൃഗണത്തിൽ ശ്രേഷ്ഠനായ അര്യമാവ് എപ്പോഴും കൂർമാവതാരമൂർത്തിയെ സേവിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പിതൃഗണത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അര്യമാവ് എന്ന് പറയും. ആ പിതൃഗണ ശ്രേഷ്ഠനാണ് എപ്പോഴും ഈ കൂർമാവതാരമൂർത്തിയെ സേവിച്ചു കൊണ്ടിരിക്കുന്നത്. പരമാത്മജ്ഞാനസ്വരൂപനായ ഗുരുവായൂരപ്പൻ തന്നെയാണ് കൂർമാവതാരം സ്വീകരിച്ചതെന്ന കാര്യത്തിൽ അശേഷം സംശയമില്ലെന്ന് ഭഗവാനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഭട്ടതിരിപ്പാട് ശ്ലോകാന്ത്യത്തിൽ അങ്ങയെ ഞാൻ ഭജിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയുന്നു. ഈ ഓരോ മൂർത്തികളെയും ഇപ്പോഴും സേവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഭക്തന്മാർ പല ഭാവത്തിലും രൂപത്തിലും. അതേപോലെയുള്ള ഒരു ഭക്തനാണ് ഞാൻ ഗുരുവായൂരപ്പ അങ്ങയെ സേവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ശ്ലോകം അവസാനിപ്പിക്കുക. നമസ്തേ.